ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇന്നിതാ രാവിലെ തന്നെ ഞാൻ കാണുന്ന കാഴ്ച നായ്ക്കുട്ടീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതിതാ ഞാൻ നോക്കുകയാണ്, ഇത്ര കാര്യമായിട്ടൊക്കെ ഇതിനെ കുളിപ്പിക്കുന്നുണ്ട്. സ്വന്തം മക്കളെങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടോയെന്ന് ആർക്കറിയാം. അങ്ങനെ അതിനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കണേ. കല്ലുത എണീറ്റ് വന്ന പാടിനെ ഭയങ്കര വാശിയിലാണ്. അവൾക്ക് പനിയും ജലദോഷമൊക്കെയാണേ. അപ്പം അതിൻ്റെ വാശി അവൾ കാണിക്കുമല്ലോ. അങ്ങനെ നായ്ക്കുട്ടീനെ കുളിപ്പിച്ച് സെറ്റാക്കി പിന്നെ അതിനെ മുടിയൊക്കെ ഉണക്കി കൊടുക്കുകയാണ്. ഡ്രയറും മെഷീനൊക്കെ എടുത്തിട്ടാണ് ഉണക്കുന്നത്. അടിപൊളി സെറ്റപ്പാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനെ കുളിപ്പിച്ച് ഉണക്കി ഇനി അതിൻ്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ തേച്ച് കൊടുത്ത് റെഡിയാക്കി നിർത്തുകയാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്. അപ്പോൾ അതാ അവിടെ നായ്ക്കുട്ടീനെ കാണാൻ വാവാച്ചേരനൊക്കെ വന്നിരിക്കുകയാണ്. പിന്നെ അതാ കല്ലൂന് വേഗം ആൻറ്റി മരുന്നൊക്കെ കൊടുത്തേ. പിന്നെ നേരെ പുറപ്പെട്ട് പോവുകയാണ് ഞങ്ങൾ. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മലപ്പുറത്തേക്കാണ്, ഏച്ചീൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഇതിനെ കിളീനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഏട്ടനെ ഏൽപ്പിക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് പിടിച്ചതാണ്. പിന്നെ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അച്ഛനാണെന്ന് ഞങ്ങളുടെ ഡ്രൈവർ എന്ന് പറയാം, മലപ്പുറത്തേക്ക് പോകാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിക്കാൻ വേണ്ടിയിട്ട് കയറാൻ നോക്കിയാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. കല്ലു ഒറ്റയ്ക്ക് എടുത്തോളാന്ന് പറഞ്ഞ് ഓടിപ്പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ മധുരമുള്ള വെള്ളം എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്താണ്. വേഗം അതൊക്കെ എടുത്തു കിട്ടോ. അങ്ങനെ അതെടുത്ത് നേരെ പോകുന്നത് അവൾ അച്ഛൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത്. അവൾക്കറിയാം ഇതിൻ്റെ പൈസ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അച്ഛനാ കൊടുക്കണ്ടേന്ന്. വേഗം അച്ഛൻ്റെ അടുത്ത് പോയതാ. ഇത് എടുത്തിട്ടുണ്ടെന്നാട്ടോ ഈ പറയുന്നത്. അങ്ങനെ അതൊക്കെ ഓള് വാങ്ങി. പിന്നെ ഞങ്ങളൊരു കൂൾ ബാറിലൊക്കെ കയറി ഇത്തിരി മലപ്പുറം എത്തുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചായയൊക്കെ കുടിക്കണ്ടേ, അങ്ങനെ നേരെ കയറിയതാണ്. അപ്പോൾ ഇവളിതാ സോസ് വാരി കഴിക്കുകയാണ്. ഞാൻ ഈ സോസ് കാണിക്കാണ്ട് വെക്കാൻ നോക്കിയ, പക്ഷെ അത് അവളെ മുമ്പ് തന്നെ പെട്ടിട്ടോ. പിന്നെ അവൾ ആ സോസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മക്കളിതാ ഫലൂടിയൊക്കെ വാങ്ങിയതാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലൂന് പിന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല, അത് വെറുതെ ആക്കുമല്ലോ. എനിക്കും പിന്നെ അങ്ങനത്തെ ഫലൂഡ അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലേ. പിന്നെ എനിക്ക് ചായയൊന്നും വേണ്ട, അത് ഞാൻ ചായ കുടിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വണ്ടി കയറിയേ. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ ടേച്ചീൻ്റെ അവിടേക്കുള്ളത്. അന്നപ്പോഴും കല്ലു ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ നേരെ അവിടെ എത്തിയ പാടിനെ അവൾ എണീക്കുകയും ചെയ്തേ. പിന്നെ നേരെ എത്തിയ ഉടനെ കല്ലു അവളെ എടുത്ത് ഇറങ്ങി. നന്ദു അവളെ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നന്ദുവിനോട് കുറേ ആയല്ലോ അവരച്ഛമ്മ കണ്ടിട്ട്, അതാട്ടോ. ഇവരിപ്പോൾ മോൻ എന്നപ്പോൾ ഉറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ ഇവിടേക്ക് വന്നതാണ്, ചേച്ചീൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ വേഗം ഇവിടെ കയറി. പിന്നെ കല്ലു ടോയ്സൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയേ. പിന്നെ അവിടുത്തെ അമ്മ വാട്ടർമെലൻ ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മെസ്സിമോനാണെന്ന് വെച്ചാൽ ഫേവറേറ്റാണ് വാട്ടർമെലൻ ജ്യൂസ്. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്തോ മുഖമൊക്കെ പൊത്തി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. ഞങ്ങൾ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചാണ്, പിന്നെ വേണ്ട ഇപ്പം തന്നെ കഴിച്ചേക്കായി അയച്ച്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഫുഡായിരുന്നേ. അമ്മ സ്പെഷ്യലായിട്ട് ബീഫൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, സാമ്പാർ, മോരുകറി, അങ്ങനെ ഉപ്പേരി, എന്തൊക്കെയോ സ്പെഷ്യലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് തന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവർ ഞങ്ങളെ കാത്ത് നിൽക്കണ്ട, ഞങ്ങൾ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എത്താൻ ഇത്തിരി ലേറ്റ് ആവും, അതുകൊണ്ട് അവർ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇരുന്ന് കഴിക്കുകയാണ്. കല്ലു എന്തായാലും ഇവരെ കൂടി ഇരുന്നുകൊണ്ട് ഫുഡും കഴിച്ചു കേട്ടോ. പിന്നെ ഇതൊരു സന്ധ്യ ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റ് വന്നതാണ്. പിന്നെ നേരെ ചായ കുടിക്കുകയാണ്. അപ്പം ഞാൻ കല്ലുമൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏച്ചി അവിടെ കിടക്കുകയാണ്. ഇവർ കാനഡയിൽ നിന്ന് വന്ന് പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരിവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് യാത്രയാണല്ലോ. അങ്ങനെ അവരവിടെ കിടക്കുകയാണ്. കല്ലു പോയി നന്ദൂട്ടീനെ എണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ TV കാണുന്ന ടൈമായേ. എന്നപ്പോൾ മെസ്സിമോ ഫോൺ കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്തും കഥയും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കല്ലു ഏച്ചി എണീറ്റ് വന്നായിരുന്നു കേട്ടോ സന്ധ്യയായപ്പോഴേക്കും. അപ്പോൾ ഏച്ചി കല്ലുവിന് കഞ്ഞി വാരി കൊടുക്കുകയാണ്. അവൾ കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മറ്റിങ്ങനെയൊന്നും കുടിക്കാത്തവളാണ്. ഇന്നെന്തോ കോരി കൊടുത്തോണ്ട് ഇന്ന് ഭയങ്കര ക്ഷീണവും ഉണ്ട് അവൾക്ക്. അങ്ങനെ അവൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നേ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ TVയും കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ അവൾ ഈ കഞ്ഞി കുടിച്ചതിൻ്റെ പിന്നെ അവിടുത്തെ അച്ഛൻ്റെ അടുത്തേക്ക് പോയേ.
ബൈക്കിലൊക്കെ കയറി ഇരിക്കുകയാണ്. അവളിവിടെ വന്നതിന് എല്ലാവരും എടുത്ത് പോട്ടെ. അവൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് കമ്പനി ആവുന്നതുകൊണ്ട് സുഖമാണ്. പിന്നെ നന്ദൂട്ടി അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലീൻ്റെ പുറത്തൊക്കെ കയറ്റി അവരവിടുന്ന് ഭയങ്കര കളിയിലാണ്. മെസ്സിമോൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കല്ലൂന് പുലിയായിട്ടുള്ള കളിയാണ്. പിന്നെ മെസ്സിമോനായിട്ട് അടിപിടിയാണ്. ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കച്ചറയാട്ടോ. പുലീനെ പിടിച്ച് മാന്തുക, കടിക്കാൻ നോക്കുക എന്നൊക്കെ. പിന്നെ മെസ്സിമോനെ വേദനയാക്കാൻ പോകുന്നുണ്ട്, അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അടിക്കരുത്, ഏട്ടനാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നോട് പറയുന്നത് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുകയാണ്. അവളെയും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും ദേഷ്യം കയറുന്നുണ്ട്. അങ്ങനത്തെ കളിയാണ്. പിന്നെ ഞങ്ങൾ രാത്രിയായി കിടന്നുറങ്ങി. പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരികയും വേണമല്ലോ. പിറ്റേന്ന് ഞങ്ങൾ പോരുകയാണ്. അപ്പം അതിൻ്റെ മുമ്പേ ഒരു ഫോട്ടോ